പപ്പായ കിട്ടുന്ന സമയത്ത് ഒരിക്കലെങ്കിലും കുക്കറിൽ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ പീസുകളാക്കിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പാകത്തിന് ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ വരെ വേവിച്ചെടുക്കണം. പപ്പായക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ കറൂത്ത എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പപ്പായയുടെ പേരെന്ന് പറയണേ. അപ്പോൾ ഒരൊറ്റ വിസിൽ അടിച്ച ശേഷം ആവിയൊക്കെ പോയ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഈ ഒരു പപ്പായ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ടാവും. കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഒരു ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒരു 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കടുകും കറിവേപ്പിലയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക. കടുക് വറുത്ത പപ്പായ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്.